അപ്പൊ മനുഷ്യനക്കുള്ള ആ താഴ്മ അവൻ എപ്പോഴും ഉയർച്ചയിലേക്കുള്ള അതിന്റെ ഒരു പടവുകളായിരിക്കും ഉണ്ടായി. മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറയലുണ്ട്, എല്ലാ സദസ്സിലേക്ക് ചെല്ലുമ്പോഴും ആ സദസ്സിലുള്ള എല്ലാരേക്കാളും നിസ്സാരമാക്കപ്പെട്ട ഒരാളായി കൊണ്ട് എന്നെ കാണപ്പെടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എപ്പോഴും ഞാൻ അങ്ങോട്ട് വരാൻ. പക്ഷെ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് ചെല്ലുമ്പോൾ ആ സദസ്സിലുള്ള എല്ലാരേക്കാളും ഉയർന്നവനായി കൊണ്ടിട്ട് എന്നെ അവിടെ ഗണിക്കപ്പെട്ടു. അപ്പൊ മനുഷ്യനിക്കുള്ള ആ താഴ്മ അവൻ എപ്പോഴും ഉയർച്ചയിലേക്കുള്ള അതിന്റെ ഒരു പടവുകളായിരിക്കും ഉണ്ടായി. മഹാനാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ തന്നെ പറയലുണ്ട്, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളെ ദർസിൽ ഞാൻ കിതാബ് ഓതി പഠിക്കണ സമയത്ത് ഒരു പേജ് പോലും ഞാൻ ഇങ്ങോട്ട് മറിക്കണത് അത് വലിയ ശബ്ദം ഉണ്ടായിക്കൊണ്ട് ഇമാം മാലിക് തങ്ങൾക്ക് പ്രയാസപ്പെടുമെന്ന് പേടിച്ച് അത്രയും ശബ്ദമില്ലാത്ത നിലക്കായിരുന്നു ആ പേജുകളെ ഞാൻ ഇങ്ങോട്ട് വലിച്ചിരുന്നു. മുറാഅത്തുൽ ആദാബി ഔലാ മിനൽ അഹ്കാം എന്നാണ്. അപ്പൊ അതവ് മര്യാദകളൊക്കെ കാത്തു സൂക്ഷിച്ച് അതാണ് ഒരു മനുഷ്യർക്ക് അവന്റെ എല്ലാ നിലക്കുള്ള വളർച്ചക്കും നിദാനം. ഇന്ന് നമുക്ക് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശനഷ്ടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ബഹുമാന ആദരവൊക്കെ മനസ്സിൽ നിന്ന് ഇല്ലാതെയായി പോയതുകൊണ്ടാണ്.